എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു അധ്യായത്തെ കുറിച്ചാണ്, ചാപ്റ്ററിനെ കുറിച്ചാണ്. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കറണ്ട് എന്താണെന്നും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നുമാണ്. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ -E⁴ ആണ് അല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ്. ഇവിടെ കണ്ടന്റ് എന്നൊരു ടോപ്പിക് കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മൊബിലിറ്റിയെ കുറിച്ച് പഠിക്കുന്നു. മൊബിലിറ്റി എന്താണെന്ന് പഠിക്കുന്നു. മൊബിലിറ്റി. രണ്ട്, റിലേഷൻ ബിറ്റ്വീൻ ഐ ആൻഡ് വി ഡി, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നു. അടുത്തത് കറണ്ട് ഡെൻസിറ്റിയെ കുറിച്ച് പഠിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യ കാര്യമാണ് മൊബിലിറ്റി എന്താണ്. മൊബിലിറ്റി, വാട്ട് ഈസ് മൊബിലിറ്റി എന്ന് ചോദിക്കും. വാട്ട് ഈസ് റിലാക്സേഷൻ ടൈം എന്ന് ചോദിക്കാം, വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ചോദിക്കാം, വാട്ട് ഈസ് മൊബിലിറ്റി എന്ന് ചോദിക്കാം. മൊബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റേഷ്യോ, അനുപാതത്തിന് പറയുന്ന പേരാണ് മൊബിലിറ്റി. മൊബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് mu എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് അല്ലെങ്കിൽ സിമ്പൽ കൊണ്ടാണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ mu എന്ന് പറയുന്ന സിമ്പൽ ആണ് mu. So mobility എന്ന് പറഞ്ഞാൽ it is the ratio of drift velocity to the electric field. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറയുന്ന, അനുപാതത്തിന് പറയുന്ന പേരാണ് മൊബിലിറ്റി. മൊബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് mu എന്ന് പറയുന്ന സിമ്പൽ ആണ്. mu equal to drift velocity vd by electric field E എന്ന് റെപ്രസെന്റ് ചെയ്യും. നമുക്കറിയാം mu equal to drift velocity minus E⁴m ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എന്തും കൂടെ വരും, ഇലക്ട്രിക് ഫീൽഡിന്റെ E കൂടെ വരും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ മൊബിലിറ്റി mu എന്ന് പറഞ്ഞാൽ -E⁴ എന്നത് കിട്ടും, m എന്ന് കിട്ടും. ഇതാണ് മൊബിലിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള അനുപാതം, റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് മൊബിലിറ്റി. പഠിച്ചു വെച്ചോ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റേഷ്യോയുടെ പേരാണ് മൊബിലിറ്റി. vd/e ആണ്. കണ്ടെത്തി എഴുതുമ്പോൾ -E⁴ എന്നത് കിട്ടും, m എന്ന് കിട്ടും. ഓക്കേ, നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു, മൊബിലിറ്റി എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് കറണ്ട് ഡെൻസിറ്റിയെ കുറിച്ചാണ്. കറണ്ട് ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ J ആണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ J ആണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് കറണ്ടിനെയാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി J സമം കറണ്ട് ബൈ ഏരിയ. കറണ്ട് ബൈ ഏരിയ ആണ് കറണ്ട് ഡെൻസിറ്റി കേട്ടോ. യൂണിറ്റ് ഏരിയ പരിഗണിച്ചാൽ ആ യൂണിറ്റ് ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് കറണ്ട് എത്രയാണോ ആ കറണ്ടിന്റെ അളവാണ് കറണ്ട് ഡെൻസിറ്റി. ഓക്കേ, ഇനി ഈ ടോപ്പിക്കിലെ അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് I and Vd എന്നൊരു ചോദ്യം വരാം. എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്തു. ഇപ്പൊ കൺസിഡർ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനെ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ഈ കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അത് റാൻഡം മോഷനിലാണ്. എന്നാൽ ഈ കണ്ടക്ടറിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് കൊടുക്കുമ്പോൾ ഈ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസുകൾക്ക് ഒരു വെലോസിറ്റി കിട്ടുന്നു. ആ വെലോസിറ്റിയുടെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആ വെലോസിറ്റിയുടെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എനിക്ക് കണ്ടെത്തേണ്ടത് നമ്മൾ നൽകിയ കറണ്ടും അതുപോലെ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് Vd. I മീൻസ് കറണ്ട്, Vd മീൻസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇത് പഠിക്കാനായിട്ട് നമ്മൾ L ലെങ്ത് ഉള്ള A ഏരിയയുള്ള ഒരു കണ്ടക്ടറിനെ പരിഗണിച്ചു. സർഫസ് ഏരിയ A ആയിട്ടുള്ള, ലെങ്ത് L ആയിട്ടുള്ള ഒരു കണ്ടക്ടറിനെ എടുത്തു. ഈ കണ്ടക്ടറിലേക്ക് എന്ത് നൽകി, എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് നൽകി. അങ്ങനെ ഫീൽഡ് നൽകിയപ്പോൾ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഡ്രിഫ്റ്റ് വെലോസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കേ, ഇനി ഇവിടെ n എന്നൊരു കാര്യമുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം, അതായത് വോളിയം ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വോളിയം. വോളിയം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയത്തെ വിളിക്കുന്ന പേര് സ്മാൾ ലെറ്റർ എന്നാണ്.
എന്ന് പറഞ്ഞാൽ സ്മാൾ ലെറ്റർ n is equal to number of electron by എന്ന് എഴുതാം വോളിയം എന്ന് എഴുതാം. അതായത് ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ വോളിയം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. ഓക്കേ, ഇനി വോളിയം, ഈ കണ്ടക്ടറിന്റെ വോളിയം കണ്ടെത്താൻ കണ്ടക്ടറിന്റെ ലെങ്തിനെ കണ്ടക്ടറിന്റെ എന്ത് കൊണ്ട് ഗുണിച്ചാൽ മതി? ഏരിയ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ വോളിയം ഏരിയ ഇൻടു എന്താണ്? ലെങ്ത് ആണ്. അപ്പോൾ n equal to n divided by എന്തെന്ന് എഴുതാം? AL എന്ന് എഴുതാം. ഓക്കേ, ഇതിൽ നിന്ന് ക്യാപിറ്റൽ ലെറ്റർ n ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സമം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, NaL എന്ന് എഴുതുക. ഓക്കേ, അപ്പോൾ എന്താ പറഞ്ഞത്? സ്മാൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ വോളിയം കൊണ്ട് ഹരിക്കുന്നതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ വോളിയം കൊണ്ട് ഹരിക്കുന്നതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം. അതാണ് സ്മാൾ ലെറ്റർ n. അപ്പോൾ n equal to n by v എന്ന് എഴുതാം. v വോളിയം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻടു ലെങ്ത് ആണ്. അപ്പോൾ n equal to n divided by എന്തെന്ന് എഴുതാം? AL എന്ന് എഴുതാം. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ NaL എന്ന് കിട്ടും. ഓക്കേ, ഇത്രയും കിട്ടി. ഇനി ടോട്ടൽ ചാർജ് എഴുതണം. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് Q is equal to Ne ആണ് അല്ലേ? ചാർജ് എന്ന് പറഞ്ഞാൽ Q is equal to Ne ആണ്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ Q is equal to Ne ആണ് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ എന്തുകൊണ്ട്? ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ഗുണിക്കുന്നതാണ് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ചാർജ് Q equal to number of electrons. ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആരാ? അത് n ആണ്. n എന്ന് പറഞ്ഞാൽ ആരാ? NaL ആണല്ലേ. അപ്പോൾ NaL into ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് Q സമം NaLe എന്ന് എഴുതാം. Q സമം NaLe. ഡൗട്ട് ഒന്നുമില്ല. ഓക്കേ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? Q ന് ഒരു ഇക്വേഷൻ കണ്ടെത്തി എഴുതി. അത് Q സമം NaLe ആണ്. ഓക്കേ, ഇനി ചെയ്യാനുള്ള കാര്യം ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടേക്ക് എത്തിച്ചേരാൻ എടുത്ത സമയത്ത് ഞാൻ t ആയിട്ട് പരിഗണിച്ചാൽ ആ ടൈം t ആണെന്ന് കരുതുക. എത്രയാ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ഇതിന്റെ നീളമാണ് L ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി vd യെ ഡിസ്റ്റൻസ് L by എന്ന് എഴുതാം, t എന്ന് എഴുതാം. അതിൽ നിന്ന് t equal to എന്ന് എഴുതാം, t equal to L by എന്ന് എഴുതാം, vd എന്ന് എഴുതാം. t is equal to L by vd എന്ന് എഴുതാം. ഓക്കേ, അപ്പോൾ q ന് ഒരു ഇക്വേഷൻ കിട്ടി, അതുപോലെ ടൈമിന് ഒരു ഇക്വേഷൻ കിട്ടി. ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് t എന്ന് പറഞ്ഞാൽ. അത് കണ്ടെത്താൻ ആ ഡിസ്റ്റൻസിനെ അവിടത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ L by vd എന്ന് കിട്ടുന്നു. L by vd ആണ് ഇവിടത്തെ ടൈം എന്ന് പറയുന്നത്. ഓക്കേ, ഇനി നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് I equal to Q by T ആണ്. അങ്ങനെയാണെങ്കിൽ I equal to Q. Q എന്ന് പറഞ്ഞാൽ ആരാ? NaLe by T. T എന്ന് പറഞ്ഞാൽ ആരാ? T എന്ന് പറഞ്ഞാൽ L by Vd ആണ്. L by Vd. ഓക്കേ, എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I equal to NaLe into Vd by L എന്ന് കിട്ടുന്നു. L ഉം L എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് I equal to A ഉണ്ട്, ഏരിയ ഉണ്ട്, vd ഉണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്, ഇലക്ട്രോണിന്റെ ചാർജ് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ വോളിയം ഉണ്ട്. അതാണ് സ്മാൾ ലെറ്റർ n എന്ന് പറയുന്നത്. അപ്പോൾ I is equal to ABDE എന്ന് കിട്ടുന്നു. ഇതാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം. കറണ്ട് ഇതാണ്, I ആണ് കറണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് vd. അപ്പോൾ I ഉം vd ഉം തമ്മിലുള്ള ബന്ധം I equal to ABDE എന്നാണ്. ഓർത്തിരിക്കാൻ വേണ്ടി I is equal to അവൻ എന്ന് പഠിക്കുക. I is equal to അവൻ. A means area, BD means drift velocity, E means electron in the charge, N means number of electrons per volume. Okay, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ Q ന് ഒരു ഫോർമുല ഉണ്ടാക്കുക.
പിന്നീട് ടൈമിന് ഒരു ഫോർമുല ഉണ്ടാക്കുക. കറണ്ട് എന്ന് പറഞ്ഞാൽ Q/T ആണ്. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോൾ I is equal to A VD En എന്ന് കിട്ടും. ഓർത്തിരിക്കാനായിട്ട് I is equal to അവൻ എന്ന് പഠിക്കുക. I is equal to അവൻ. ഇതിലെ VD ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണെന്ന് പഠിക്കുക. ഇത്രയുമാണ് ഏത് റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് VD എന്ന് പറയുന്ന സെക്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ് മൊബിലിറ്റി എന്ന് പഠിച്ചു, എന്താണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള ബന്ധമെന്ന് നോക്കി, അതുപോലെ കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചു. മൊബിലിറ്റി ഇതാരുടെ ബോർഡിലുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. കറണ്ട് ഡെൻസിറ്റി ഇതാ ബോർഡിൽ നൽകിയിട്ടുണ്ട്, ഒന്ന് നോക്കുക. അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് VD തമ്മിലുള്ള ബന്ധം I is equal to ഏതാണ്, അവനാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കേ.